റെയ്ഡ് ചെയ്തപ്പോഴാണ് ഭീകരമായ അവസ്ഥ കാണുന്നത്. ആ ഹോട്ടലിലെ പല സാധനങ്ങളും പുഴുവരിച്ചതും അഴുകിയതുമായിട്ടുള്ള സാധനം. കപ്പ എടുത്ത് കഴിച്ചാൽ കപ്പ ഒരുമാതിരി കട്ടിയായിട്ടിരിക്കുന്നു, പഴകിയ സാധനം. ഞാൻ കഞ്ഞി മാത്രം കുടിച്ചു. അതിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഇത്ര മോശമായ ആഹാരം വിളമ്പിയ ആ ഹോട്ടലിൽ നിർത്തിവെക്കാതെ കൂട്ടാതെ 5000 രൂപ ഫൈൻ അടിച്ച് പ്രസന്റ്. അവിടെ ഏറ്റവും തിരക്കുള്ള ഹോട്ടലാണ്. ഏറ്റവും തിരക്കുള്ള ഹോട്ടലിൽ ഏറ്റവും വൃത്തികെട്ട ആഹാരമാണ് അവിടെ വിളമ്പുന്നത്. കടകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ ഈ ഹോട്ടൽ മാഫിയകളാണ്. ഒരു മാഫിയ സംഘം. ശബരിമല ഇപ്പോൾ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. നമസ്കാരം. ശബരിമല മരക്കൂട്ടത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടൽ പ്രവർത്തിക്കുന്നതായി അയ്യപ്പ ഭക്തന്റെ പരാതി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തഹസീൽദാർ പരിശോധന നടത്തുകയും മരക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനം കണ്ടെത്തുകയും ഹോട്ടലിന് പിഴ ചുമത്തുകയും ചെയ്തു. എന്നാൽ പിഴ ചുമത്തുക മാത്രമല്ല, ഹോട്ടലിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്ത് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അഭിഭാഷകൻ കൂടിയായ അയ്യപ്പ ഭക്തൻ. പത്തനംതിട്ട സ്വദേശിയായ KJ മനുവാണ് ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ കർക്കിടക 1-ാം തീയതി ശബരിമല തൊഴുന്നതിന് പോയി. എല്ലാ മാസവും ഞാൻ തൊഴാൻ പോകുന്നുണ്ട്. തൊഴുന്നതിന് പോയി ഈ പറയുന്ന മരക്കൂട്ടത്തുള്ള ശാസ്ത ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു. ആഹാരം എന്ന് വെച്ചാൽ കഞ്ഞി, കപ്പ, പയർ കൊണ്ടുവച്ചപ്പോൾ തന്നെ ഇത് വല്ലാത്ത രീതിയിലിരിക്കുന്നു. ഞാൻ കപ്പ എടുത്ത് കഴിച്ചാൽ കപ്പ ഒരുമാതിരി കട്ടിയായിട്ടിരിക്കുന്നു, പഴകിയ സാധനം. പയറും അതുപോലെ തന്നെ. പയർ കുറച്ച് മുളകും ഏതാണ്ടൊക്കെ ഇട്ട് വളരെ രുചികരമായ ഭക്ഷണം. ഞാൻ കഞ്ഞി മാത്രം കുടിച്ചു. പിന്നെ കപ്പയും പയറും ഉപേക്ഷിച്ചിട്ട് ഞാൻ കൗണ്ടറിൽ ചെന്നിട്ട് ആ മാനേജരോട് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന കൗണ്ടറിലിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇത് വളരെ മോശമായ ആഹാരമാണല്ലോ. എന്നാൽ അയാൾ ഒരുമാതിരി മുഖത്ത് ഒരു ഇളിഭ്യ ചിരിയിരിച്ച് നമ്മളെ അവഹേളിച്ച് വിട്ടു. ഞാൻ അതിനെ സംബന്ധിച്ച ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടു. വളരെയേറെ പേർ കണ്ടു. അത് കണ്ടിട്ടാകണം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R. ജയേഷൻ സാറ് അദ്ദേഹം ഉത്തരവ് കൊടുത്ത് ശബരിമല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അതായത് തഹസീൽദാർ ആ കട, ആ ഹോട്ടൽ റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്തപ്പോഴാണ് ഭീകരമായ അവസ്ഥ കാണുന്നത്. ആ ഹോട്ടലിലെ പല സാധനങ്ങളും പുഴുവരിച്ചതും അഴുകിയതുമായിട്ടുള്ള സാധനങ്ങളാണ്. അതുവരെ വളരെ നല്ല രീതിയിൽ പോയി. പക്ഷേ അതിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഇത്ര മോശമായ ആഹാരം വിളമ്പിയ ആ ഹോട്ടലിൽ നിർത്തിവെക്കാതെ കൂട്ടാതെ 5000 രൂപ ഫൈൻ അടിച്ച് പ്രശ്നം തീർത്തു. അവിടെയാണ് നമ്മൾ കാണേണ്ട ഈ നീതികേട്. കാരണം ഇനിയും അയാൾ ഇത് തന്നെ ചെയ്യും. ആ പഴയ സാധനങ്ങൾ തന്നെ വിൽക്കും, അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ഇത് ഈ ഹോട്ടലിൻ്റെ മാത്രമല്ല, മിക്കവാറുമുള്ള ഹോട്ടലിൻ്റെ എല്ലാ അവസ്ഥ ഇതാണ്. ശബരിമല ഇപ്പോൾ കുത്തഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം, കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ തന്നെയല്ല, ശബരിമലയിലെ ദേവസ്വം പ്രസിഡൻറ്റ് അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ സ്പെഷ്യൽ കമ്മീഷണർ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. അദ്ദേഹം പിന്നെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറാണ്, ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ്. അദ്ദേഹത്തിന് ഈ വിവരങ്ങളൊക്കെ ഹൈക്കോടതിയിൽ അറിയിക്കാമെന്നേ ഉള്ളൂ. അദ്ദേഹം അത് അറിയിക്കും. എന്തെങ്കിലുമൊക്കെ നടപടി ഹൈക്കോടതിയിൽ നിന്ന് വരുമായിരിക്കാം. പക്ഷേ ഞാനൊരു ഹർജി ഹൈക്കോടതി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവം. അവിടെ ഒരു ഹോട്ടൽ മാത്രമാണെന്ന് തോന്നുന്നു മരക്കൂട്ടത്ത് ഒരൊറ്റ ഹോട്ടലേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രശ്നം. അവിടെ ഏറ്റവും തിരക്കുള്ള ഹോട്ടലാണ്. ഏറ്റവും തിരക്കുള്ള ഹോട്ടലിൽ ഏറ്റവും വൃത്തികെട്ട ആഹാരവുമാണ് അവിടെ വിളമ്പുന്നത്. വളരെ ദയനീയമാണ്, കഷ്ടമാണ്. അയ്യപ്പന്മാരോട് ചെയ്യുന്ന ക്രൂരതയാണ്. പരാതി പറഞ്ഞിട്ടും കാര്യമില്ലാത്ത അവസ്ഥ. പരാതി എങ്ങും പറഞ്ഞിട്ട് കാര്യമില്ല. പരാതി ഇത്രയും ഒരു പ്രശ്നമായി, ഇത്രയും ആൾക്കാർ കണ്ടു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഉത്തരവിട്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഹോട്ടൽ റെയ്ഡ് ചെയ്തിട്ട് പുഴുവരിച്ച സാധനങ്ങൾ കണ്ടെടുത്തിട്ട് യാതൊരു തരത്തിലുമുള്ള നടപടി ഉണ്ടായില്ല. വെറും 5000 രൂപ ഫൈൻ. ഇവിടെ നമ്മുടെ സാധാരണ ഒരു ഹോട്ടലിൽ പഴയ ആഹാരം കണ്ടാൽ എന്താ നടപടി നമുക്കറിയാമല്ലോ. ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് അനുസരിച്ച് കേസെടുത്ത് കട പൂട്ടി ഒക്കെ വലിയ പ്രശ്നമാണ്. പക്ഷേ ഇതൊന്നും ചെയ്തില്ല. അവരെ നിരുപാധികം വിട്ടു. ഒരു പേരിനൊരു പ്രഹസനം നടത്തി, അത്ര. മലയാള മാസം വരുമ്പോൾ തന്നെ അവിടെ വേറെ കടകളൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും പൂട്ടാൻ. അതൊന്നുമല്ല, വേറെ കടകളൊക്കെ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ കടകളുണ്ട്. ആ മരക്കൂട്ടത്ത് കഴിഞ്ഞാൽ സന്നിധാനത്ത് കടയുണ്ട്. പിന്നെ പമ്പയിലുണ്ട്. പമ്പയിലോട്ട് ഈ മരക്കൂട്ടം വരെ വരുന്ന ഭാഗത്ത് കടകളുണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്. കടകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ ഈ ഹോട്ടൽ മാഫിയകളാണ്. ഒരു മാഫിയ സംഘമാണ്. അവരുടെ സ്വാധീനമാണ് അതിൽ നിന്ന് കാണുന്നത്. നിസ്സാരവൽക്കരിക്കരുത്. അവർ ഭയങ്കര സ്വാധീനമുള്ളവരാണ്. അതാണ്. മുൻപ് പലപ്പോഴും പരാതി കേട്ടിട്ടുണ്ട്. ഈ ഹോട്ടലിനെതിരെ പല പരാതികളും ഉണ്ടായിട്ടുണ്ട്. ഈ ഹോട്ടൽ വളരെ വൃത്തിഹീനമായ ആഹാരം വിളമ്പുന്ന ഒരു ഹോട്ടലായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഹോട്ടലിൽ നിന്ന് മാത്രം, എല്ലാ ഹോട്ടലും ഇത് തന്നെ സ്ഥിതി. അത് പൂർണ്ണമായ ഒരു ശുദ്ധീകരണം ശബരിമല ഉണ്ടായത് മാറില്ല. അവിടെ തന്നെയല്ല, അവിടെ ഫ്രീ ആയിട്ട് അന്നദാനം നടത്തുന്ന പല സംഘടനകളെയും ഒഴിവാക്കി ദേവസ്വം ബോർഡ്.
ദേവസ്വം ബോർഡ് ഒഴിവാക്കി. എന്തിനാണെന്നറിയാമോ? ഈ ഹോട്ടൽ മാഫിയകളെ സഹായിക്കാൻ. അവരെല്ലാം ഒഴിവാക്കി ഈ ഹോട്ടലുകൾക്ക് സഹായം കൊടുത്തു. അതാണ്.